എല്ലാവർക്കും ജെറാനാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഹൽവ ഉണ്ടാക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു സ്വീറ്റ് ഐറ്റമാണ് ബ്രെഡ് ഹൽവ. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഫെസ്റ്റിവലിനൊക്കെ വളരെയധികം സെർവ് ചെയ്യുന്ന ഒരു ഡിഷാണ് ബ്രെഡ് ഹൽവ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 25 ബ്രെഡോളം ഉണ്ട്. അപ്പോൾ അത് ആദ്യം ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നുകിൽ നെയ്യിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നെയ്യിലും വേണമെങ്കിൽ ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറേ കൂടെ ടേസ്റ്റി ആയിരിക്കും നെയ്യിലാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ അത് ഇങ്ങനെ പൊട്ടി വരണം. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റേജ്. അപ്പോൾ ഇത്രയും ഡാർക്കായാൽ മാത്രമേ ബ്രെഡ് ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര അലിയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ml വെള്ളം എടുത്തിട്ടുണ്ട്. 200 ഗ്രാം പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ 200 ml വെള്ളം എടുക്കണം. അപ്പോൾ ഏത് കപ്പിലാണോ പഞ്ചസാര അളക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം അളന്നെടുക്കുക. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ പാല് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ മേളിൽ തെളിഞ്ഞ് വരും. അങ്ങനെ തെളിഞ്ഞ് വരുവാണെങ്കിൽ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. നല്ല ഫൈനായിട്ടുള്ള അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കണം ഈ ഷുഗർ അരിച്ചിരിക്കുന്ന വെള്ളം. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ എൻ്റെ ഒരു ഇമ്പ്യൂരിറ്റീസും ഇല്ല. ഞാൻ പാരഡ് ഷുഗറാണ് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കുക. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഒരു ഹെവി ബോട്ടമായിട്ടുള്ളൊരു പാത്രം എടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ആ ഡീപ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബ്രെഡ് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹോളായിട്ട് ഡീപ് ഫ്രൈ ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ പീസായിട്ടും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം ബ്രെഡിൻ്റെ പീസ് ചിലത് കരിഞ്ഞു പോവും, ചിലത് കരിയാതിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല സ്റ്റേജിലായിപ്പോവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ബ്രെഡ് ആസ് എ ഹോൾ മുറിക്കാതെ തന്നെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ബ്രെഡിൻ്റെ പീസ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അലിയിച്ച് വെച്ചിരിക്കുന്ന ഷുഗറിൻ്റെ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഷുഗറിൻ്റെ വെള്ളം നമുക്ക് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ഒഴിക്കും തോറും അതിനകത്ത് ബ്രെഡിൻ്റെ പീസിലേക്ക് ഇത് അബ്സോർബ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം അബ്സോർബ് ചെയ്ത് പിടിച്ച് ഇതൊരു നല്ല മാഷി പരുവത്തിലാവുമ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ച് വരട്ടിയെടുക്കുക. ഒരു ലംസും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞിട്ടില്ല, എന്നാലും ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഏലക്കാപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് വരട്ടിയെടുത്തായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ആ പാലും ഞാനിപ്പം എത്ര അളവിലാണോ വെള്ളം എടുത്തത് അതേ അളവിലാണ് 200 ml പാല് അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 200 ml പഞ്ചസാര, 200 ഗ്രാം പഞ്ചസാര, 200 ml വെള്ളം, 200 ml പാല്, ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാലും ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവും. അല്പം പാൽ ചേർക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോഴേക്കും പാൽ അതിൽ അബ്സോർബ് ചെയ്ത് പിടിക്കും. അപ്പോൾ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അടുത്ത
പ്രാവശ്യം പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് പാലും ചേർത്ത് കൊടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പാലും പഞ്ചസാരയും ബ്രെഡും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് കൊണ്ടുവരുള്ളൂ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം. ഏകദേശം 1/4 മണിക്കൂർ നമുക്ക് ഗ്യാസിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്ര സമയം. അപ്പോൾ പാല് കംപ്ലീറ്റ് ഒഴിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ഒരു 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഞാനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ എണ്ണ അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നത് വരെ ആണ് അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കിസ്മിസും ഒക്കെ നെയ്യിൽ വറുത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇത് വിട്ട് വരണം. അതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. എണ്ണ നല്ലോണം തെളിഞ്ഞു വരും. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി അപ്പോൾ ബ്രെഡ് നമുക്ക് സാൻഡ്വിച്ചായിട്ടും ടോസ്റ്റായിട്ടും അല്ലാതെ ഹൽവ ആക്കിയും കഴിക്കാം. അപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തോളൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനാസ് കിച്ചൻ. ബൈ ബൈ.